നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. വിനോദയാത്രയ്ക്ക് പോയ ഈസ്റ്റ് അരിക്കാഞ്ചിറ സ്വദേശി വാഹനാപകടത്തിൽ മരണപ്പെട്ടു. കുറുക്കോളി മുഹമ്മദ് ഹുസൈന്റെ മകൻ 24 വയസ്സുകാരനായ അർഷാദ് എന്ന മുത്തുവാണ് മരണപ്പെട്ടത്. സൗത്ത് കൊടുവള്ളിയിൽ വെച്ചാണ് അപകടം നടന്നത്. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കണ്ടിയൂർ പ്രദേശത്തെ 60 കുടുംബങ്ങൾക്ക് ഈദ് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. TDRFിന്റെ നേതൃത്വത്തിൽ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ മഴക്കാല ശുചീകരണം നടത്തി. ജില്ലാ ഹോസ്പിറ്റൽ പരിസരവും കെട്ടിടത്തിന്റെ മുകളിലും സൺഷെയ്ഡിന്റെ മുകളിലും മുളച്ച ഭീഷണിയായി നിന്ന മരങ്ങളും വെട്ടിമാറ്റി. നിർമ്മാണത്തിലെ അപാകത മൂലം തിരൂർ താഴെപ്പാലം പുതിയ പാലത്തിൽ രൂപപ്പെട്ട കുഴികൾ അടച്ചു തുടങ്ങി. 2 വർഷം മുൻപാണ് പാലം തുറന്നുകൊടുത്തത്. 42 വർഷത്തെ പ്രവർത്തന മികവുമായി പ്രീമിയർ ഹെൽത്ത്സ് ആലത്തിയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ജനപ്രതിനിധികളും മാനേജ്മെന്റ് സ്റ്റാഫ് അംഗങ്ങളും അടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായി BP അങ്ങാടി GMUP സ്കൂളിൽ ട്രാഫിക് അവബോധ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. തിരൂർ കൈനിക്കരയിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മെമ്മോറിയൽ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിൽ വെച്ച് നടന്ന SNECയുടെ 3ാമത് കേന്ദ്രീകൃത പഠനാരംഭം മുഖത്തിമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഭാരതാംബയെ പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന BJP നിലപാടിനെതിരെ CPM തിരൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.